കേരള സർവകലാശാലയിൽ അനധികൃത സിൻഡിക്കേറ്റ് യോഗം ചേർന്ന സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. പത്രവാർത്തകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി. VC-യുടെ അസാന്നിധ്യത്തിൽ ചേർന്ന യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, അതായത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. VC-യുടെ നടപടിക്ക് ശേഷം കൃത്യമായി മറുപടി പറയൂ. അതാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടാൻ കാരണം, അല്ലേ? തീർച്ചയായിട്ടും സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ചതിന് ശേഷം ചാർജുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ VC സ്ഥാനത്ത് ചാർജുള്ള സിസ തോമസ് സിൻഡിക്കേറ്റ് യോഗത്തിന് ആദ്യഘട്ടത്തിൽ അനുമതി നൽകി. അതിന് തൊട്ടു പിന്നാലെ അജണ്ടയിലില്ലാത്ത വിഷയം, ആ വിഷയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ചുകൊണ്ട് സിസ തോമസ് അല്ലെങ്കിൽ VC കേരള യൂണിവേഴ്സിറ്റി VC അത്തരത്തിലുള്ള ഒരു തീരുമാനം പുറപ്പെടുവിച്ചു. പക്ഷേ അതിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ ആ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടാതെ ആ യോഗം തുടർന്നു കൊണ്ടുപോയി ഒരു പ്രമേയം, പുതിയതായി പ്രമേയം, പഴയ രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിനെ സസ്പെൻഡ് നടപടികൾ കൃത്യമായി ആ സസ്പെൻഡ് നടപടികൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു സിൻഡിക്കേറ്റ് തീരുമാനം അത് കൊണ്ടുവന്നു. അതിലാണ് ഗവർണർ വിശദീകരണം ചോദിച്ചത്. പ്രധാനമായും ഈ പഴയ രജിസ്ട്രാറായ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് നിൽക്കുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് കഴിഞ്ഞ ദിവസം വാദത്തിന് വന്നിരുന്നു. ആ ഘട്ടത്തിൽ പോലും വലിയ വിമർശനം തന്നെയാണ് ഹൈക്കോടതി പോലും രജിസ്ട്രാർക്കെതിരെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായത്. ഈ കോടതി നടപടിക്രമങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. അത് കോടതി നടപടിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു ക്രമക്കേട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു VC സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ചതിന് ശേഷവും സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിലാണ് ഇപ്പോൾ ഗവർണർ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഗവർണർ വിശദീകരണം ആരാഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണ്. നിലവിൽ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും പരാതികളുടെ അടിസ്ഥാനത്തിലുമാണ് ഗവർണർ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് VC അവസാനിപ്പിച്ച സിൻഡിക്കേറ്റ് യോഗം വീണ്ടും തുടർന്നത് എന്നാണ് ഗവർണർ ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗവർണർ പ്രത്യേകിച്ച് VC അവസാനിപ്പിച്ച സിൻഡിക്കേറ്റ് യോഗം തുടർന്നതിൽ അത് നിയമസാധുത നിലനിൽക്കുന്നതല്ല. നിയമപരമായി VC അവസാനിപ്പിച്ച സിൻഡിക്കേറ്റ് യോഗം തുടർന്നതിൽ പ്രതിഷേധം രാജ്ഭവനുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമപരമായി നിലനിൽക്കാത്ത ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ നേരത്തെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉണ്ടായിരുന്ന ആ നടപടിയെ എങ്ങനെ റദ്ദ് ചെയ്യാൻ സിൻഡിക്കേറ്റിന് സാധിക്കുമെന്ന ചോദ്യം തന്നെയാണ് രാജ്ഭവൻ ഉന്നയിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ ഗവർണർ നേരിട്ട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നടപടിക്രമങ്ങളുടെ ഭാഗമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലാണ് ഇപ്പോൾ രാജ്ഭവൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്, ഗവർണർ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ, രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ പ്രധാനമായി അടുത്ത ചുമതല നൽകിയിരുന്നത് ഹരികുമാർ എന്ന ജോയിന്റ് രജിസ്ട്രാർക്കായിരുന്നു. ആ ജോയിന്റ് രജിസ്ട്രാറും നിലവിൽ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് പ്രതിനിധികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗത്തിന്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ ഇന്ന് രാവിലെ തന്നെ ഇപ്പോഴത്തെ VC ആയിരിക്കുന്ന സിസ തോമസ് ഈ ഹരികുമാറിനോട് വിശദീകരണം ആരായുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ പോലും ഹരികുമാർ നിലവിൽ ജോലിയിൽ താൽക്കാലികത്തേക്ക് അവധിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. നിലവിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രത്യേകിച്ച് നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ആയിരിക്കുന്ന അനിൽകുമാറും നിലനിൽക്കുന്നത്. നിലവിൽ അനിൽകുമാർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരം തിരികെ എത്തുന്നു, ജോലിയിൽ പ്രവേശിക്കുന്നു. എന്തുകൊണ്ട് അനധികൃത സിൻഡിക്കേറ്റ് യോഗം ചേർന്നെന്ന VC-യുടെ ചോദ്യത്തിന് മറുപടി നൽകേണ്ട ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിക്കുന്നു. അടിമുടി ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് കാണുന്ന ആർക്കും ബോധ്യമാകുന്ന രീതിയിൽ കേരള സർവകലാശാലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ ഗവർണറുടെ റിപ്പോർട്ട് തേടൽ എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നത്?
തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള കാരണമാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഡ്രാമ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ CPM-ന്റെ വലയത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും ഒപ്പം തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ഒരു കെടുകാര്യസ്ഥ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്, നിലവിൽ ജോയിന്റ് രജിസ്ട്രാറോട് വിശദീകരണം VC ചോദിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് താൻ അവസാനിപ്പിച്ച സിൻഡിക്കേറ്റ് യോഗം വീണ്ടും തുടർന്നു, ആ യോഗത്തിൽ എന്തുകൊണ്ടാണ് ജോയിന്റ് രജിസ്ട്രാർക്ക്, നേരത്തെ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു ചുമതലയുള്ള, ഇപ്പോൾ രജിസ്ട്രാറിന്റെ ചുമതലയുള്ള ഹരികുമാറിനോട് ഇത്തരത്തിലുള്ള വിശദീകരണം ചോദിക്കുന്നു. ഉടനെ ഹരികുമാർ താൻ തൽക്കാലത്തേക്ക് അവധിയിൽ പ്രവേശിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ VC-ക്ക് നൽകുന്നു, അല്ലെങ്കിൽ അവധി അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും മുൻ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ രജിസ്ട്രാർ ആയിരിക്കുന്ന അനിൽകുമാർ വീണ്ടും ഇപ്പോൾ സർവകലാശാലയിലേക്ക് എത്തുന്നു. സർവകലാശാലയിൽ എത്തിച്ച് ഒരു നാടകീയ രംഗങ്ങൾ അരങ്ങേറ്റാൻ ശ്രമിക്കുന്നു. അതിന് പിന്നിൽ ഇടതുപക്ഷ സംഘടനാ നേതാക്കളുടെയും CPM-ന്റെയും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും VC നേരത്തെ ചുമതല ഉണ്ടായിരുന്ന രജിസ്ട്രാറോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അതേ ഘട്ടത്തിൽ തന്നെയാണ് VC അവസാനിപ്പിച്ച സിൻഡിക്കേറ്റ് യോഗം തുടർന്നതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ നാടകീയ രംഗങ്ങൾ, ഡ്രാമകൾ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും അരങ്ങേറുന്നത്. എന്തായിരുന്നാലും നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ കൃത്യമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സിസ തോമസ് അറിയിച്ചിരിക്കുന്നത്, കേരള സർവകലാശാല VC അറിയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം, അനധികൃതമായി ചേർന്ന ഒരു സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി, മുൻ രജിസ്ട്രാർ ആയിരുന്ന സസ്പെൻഷനിലായിരുന്ന അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കുന്ന സിൻഡിക്കേറ്റ് നടപടി, അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് നിയമപരമായ സാധുത കൽപ്പിക്കുന്നതുമല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് രാജ്ഭവനുമുള്ളത്, VC-ക്കുമുള്ളത്. അത് നിയമസാധുത ഇല്ലാത്ത ഒരു നടപടിക്രമത്തിലൂടെ ഒരു നിയമ സംവിധാനങ്ങളെ എല്ലാം അട്ടിമറിക്കുന്ന നടപടിയാണ്. VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ തിരികെ വരുന്നു, VC വിശദീകരണം ചോദിക്കുന്നയാൾ അവധിയിൽ പോകുന്നു. അപ്പോൾ VC-ക്കാണ് ചുമതലയെങ്കിൽ, VC-ആണ് അധികാര കേന്ദ്രമെങ്കിൽ എങ്ങനെയാണ് അനുസരിക്കാതിരിക്കുക? അപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ രാഷ്ട്രീയത്തിന് ചുവടുപിടിച്ചുള്ള നീക്കങ്ങൾ മാത്രം ഇവരിങ്ങനെ നടത്തിപ്പോയാൽ അത് കോടതിക്ക് മുന്നിലെത്തുമ്പോൾ, ഇപ്പോൾ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് സസ്പെൻഷൻ നടപടി പിൻവലിക്കണം എന്ന ആവശ്യപ്പെട്ടുള്ള ഹർജി. ഇപ്പോൾ കാണിക്കുന്ന നാടകങ്ങളൊക്കെയും നിയമത്തിന് മുന്നിൽ അപ്പാടെ പാളിപ്പോകില്ലേ? തീർച്ചയായിട്ടും നിയമനത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഭാരതാംബ വിഷയം കോടതിയിലെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ വിമർശനങ്ങൾ കോടതി തന്നെ ഈ ഭാരതാംബയെ കൊടി പിടിച്ചു നിൽക്കുന്ന സ്ത്രീ എന്ന ഒരു പരാമർശം നടത്തിയ ആ ഒരു നിലപാടിനെതിരെ തന്നെ ഹൈക്കോടതി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ VC സസ്പെൻഡ് ചെയ്ത നടപടിക്രമത്തെ ശരിവെക്കുക മാത്രമാണ് കോടതിക്ക് ചെയ്യാൻ കഴിയുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ തന്നെയാണ് VC രജിസ്ട്രാറെ മാറ്റിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാൻസലറായ ഗവർണർ ഒരു വേദിയിൽ നിൽക്കെ ആ പരിപാടി നടത്താൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ സസ്പെൻഡിലായി നിൽക്കുന്ന മുൻ രജിസ്ട്രാർ ആയിട്ടുള്ള അനിൽകുമാർ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ അന്ന് തന്നെ വച്ചിരുന്നു. അത് കൃത്യനിർവഹണത്തിൽ അത് പോരായ്മകളുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നടപടിക്രമം, അനിൽകുമാർ അന്ന് രജിസ്ട്രാർ ആയിരുന്ന സമയത്ത് നടത്തിയ നടപടിക്രമം തെറ്റാണ് എന്ന തരത്തിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് സർവകലാശാല VC ആയിരിക്കുന്ന മുൻ VC, ഇപ്പോൾ ചുമതലയില്ലാത്ത VC ആയിരുന്ന VC ആദ്യഘട്ടത്തിൽ ഈ അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നതും അതിനുശേഷം അനിൽകുമാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിക്രമത്തിലേക്കും സർവകലാശാല കടക്കുന്നത്. വൈസ് ചാൻസലർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആ പദവിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നത്. ആ നടപടി സ്വീകരിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ അരങ്ങേറുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം
അന്ന് രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പകരം ചുമതലയായിട്ട് മറ്റൊരു ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല നൽകുന്നു. ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ചുമതല നൽകുന്നു. ആ ഹരികുമാറും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. അത് അനധികൃതമായി ഉള്ള ഒരു സിൻഡിക്കേറ്റ് യോഗമാണ്, നിയമപരമായി നിലനിൽക്കുന്ന സിൻഡിക്കേറ്റ് യോഗമല്ല. ആ സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് വി സിയുടെ നടപടിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വി സി നടപ്പിലാക്കിയ നടപടിയെ റദ്ദ് ചെയ്യുന്നു. പ്രത്യേകിച്ച് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്യുന്നു എന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനം വരുന്നു. ആ തീരുമാനത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഗവർണർ രാജ്ഭവനിൽ നിന്നുള്ള കൃത്യമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഒരു അനധികൃത സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് അനിൽകുമാറിന്റെ സസ്പെൻഡ് നടപടി റദ്ദ് ചെയ്യുക? അത് നിയമപരമായി സാധുത ഇല്ലാത്തതാണ്. പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു കേസിൽ വീണ്ടും സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ആ നടപടിക്രമത്തെ റദ്ദ് ചെയ്യുന്ന രീതി ശരിയല്ല. അത് നിയമപരമായി ഒരു സാധ്യതയും ഇല്ലാത്തത് എന്നതാണ് ഇപ്പോൾ രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്ഭവൻ റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. ഗവർണർ നേരിട്ട് വിശദീകരണം കേരള സർവകലാശാല വി സിയോട് ചോദിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ അനധികൃതമായ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നു എന്ന് സംബന്ധിച്ചുള്ള പരാതികൾ ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു പത്രമാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഇത്തരത്തിലുള്ള ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ രാജ്ഭവന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ നേരിട്ട് വിശദീകരണം ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ഗവർണർ നേരിട്ട്, അതായത് ചാൻസലർ നേരിട്ട് വിശദീകരണം തേടുന്നു എന്നതിനർത്ഥം മറുപടി നൽകിയേ പറ്റൂ. ഇപ്പോൾ വി സി ആവശ്യപ്പെട്ട വിശദീകരണം നൽകിയിട്ടില്ല ജോയിന്റ് രജിസ്ട്രാർ. മറുവശത്ത് രജിസ്ട്രാർ ആകട്ടെ എല്ലാ തീരുമാനങ്ങളെയും ലംഘിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് എല്ലാം ശാന്തമാകണം എന്നാണ് ആഗ്രഹം എന്നാണ്. ശാന്തമാകണമെന്ന ആഗ്രഹമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അപ്പോഴും അശാന്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണല്ലോ ഉണ്ടാകുന്നതും. അങ്ങനെയെങ്കിൽ ഗവർണറുടെ ഈ ഇടപെടൽ അദ്ദേഹം ഈ വിഷയത്തെ ചാൻസലർ എന്ന നിലയ്ക്ക് എത്ര കണ്ട് ഗൗരവത്തിലെടുക്കുന്നു എന്നതിന് തെളിവല്ലേ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് നിയമപരമായി ഒരു നടപടിക്രമം നേരത്തെ തന്നെ വി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിക്രമം ഉണ്ടാകുന്നു. ആ നടപടിക്രമത്തെ ധിക്കരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം, ഒരു അനധികൃതമായ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് വീണ്ടും ഈ രജിസ്ട്രാർക്കെതിരെ വി സി എടുത്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ റദ്ദ് ചെയ്യാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ല, അല്ലെങ്കിൽ അത് ഒരു കൃത്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗമാകണം. പക്ഷേ അത്തരത്തിലുള്ള ഒരു സിൻഡിക്കേറ്റ് യോഗമല്ല നടന്നത്. അനധികൃതമായി വി സി സിൻഡിക്കേറ്റ് യോഗം അവസാനിപ്പിച്ച് പോയതിന് ശേഷം കുറച്ച് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്ന് നടത്തിയ സിൻഡിക്കേറ്റ് യോഗമാണ് ഇത്തരത്തിൽ വി സിക്ക് രജിസ്ട്രാർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും വി സി നടപ്പിലാക്കിയ സസ്പെൻഷൻ നടപടിയെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള നീക്കത്തിലേക്ക് കടക്കുന്നതും. അത് യാതൊരു പരമായും ഒരു തരത്തിലുള്ള നിയമസാധുതയും ഇല്ലാത്ത നടപടിക്രമമാണ് എന്നത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഗവർണർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ആ വിശദീകരണത്തിന് ഇനി നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അനധികൃതമായ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഒപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി നിന്ന ജോയിന്റ് രജിസ്ട്രാർക്ക്, നേരത്തെ ജോയിന്റ് രജിസ്ട്രാറിനായിരുന്നു, ഇപ്പോൾ രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്ന ഹരികുമാറിനും മറുപടി നൽകിയേ പറ്റൂ. നിലവിലെ ഘട്ടത്തിൽ ഇപ്പോൾ വലിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ സ്വാധീനത്തിൽ ഇടതുപക്ഷ ആധിപത്യം കേരള സർവകലാശാലയിൽ ഉറപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, കേരള സർവകലാശാലയിൽ അനധികൃത സിൻഡിക്കേറ്റ് യോഗം ചേർന്ന സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. പത്രവാർത്തകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി. വി സിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.